ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധിയായി ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് സിദ്ദിഖിന്റെ പേര്. അദ്ദേഹത്തിനെതിരെ നടി പീഡന പരാതി ഉയർത്തുകയും കേസ് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം മുൻകൂർ ജാമ്യം അപേക്ഷ നൽകുകയും ചെയ്തു. പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കാനാകില്ലെങ്കിലും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച് മുൻ സുപ്രീം കോടതി വിധികൾക്കെതിരാണെന്നും സിദ്ദിഖ് ഹർജിയിൽ പറയുന്നു. സിനിമാ സംഘടനകൾ തമ്മിലുള്ള ചേരിപ്പോരാണ് കേസിന് കാരണമെന്നും സിദ്ദിഖ് വാദിക്കുന്നുണ്ട്. അമ്മയും WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താൻ. പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാനാകില്ല. ലൈംഗിക ബന്ധം ഇല്ലാത്തതിനാൽ ബലാത്സംഗമല്ലെന്ന് വാദിച്ചിട്ടില്ല. വാദിക്കാത്ത കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് എന്ന് ഹർജിയിൽ സിദ്ദിഖ് പറയുന്നു. അതേസമയം സിദ്ദിഖ് നൽകിയ ജാമ്യാപേക്ഷയ്ക്കെതിരെ ശക്തമായ എതിർപ്പുകളുമായി സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദിഖിനെതിരെ ശക്തമായ തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ പോലും ഇതുവരെയും സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. സംസ്ഥാനത്ത് പുറത്തു കടന്നേക്കാമെന്ന സംശയത്തിലാണ് നോട്ടീസ് പുറത്താക്കിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാന പോലീസ് മേധാവികൾക്കും നോട്ടീസ് അയച്ചു നൽകി. ഫോട്ടോ സഹിതം എല്ലാ സ്റ്റേഷനിലും പതിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. കഴിഞ്ഞ 2 ദിവസമായി എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. ഇതിൽ ഒരു നമ്പർ മാത്രം അല്പനേരം ഓണായിരുന്നു. കുറച്ചു സമയം ബിസിയായിരുന്ന ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആക്കി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സിദ്ദിഖിനെ കാണാതാകുന്നത്. മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം ഉന്നയിച്ചപ്പോൾ ബലാത്സംഗമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഭയം മൂലം പരാതി പറയാതിരുന്നു എന്നത് അവിശ്വസനീയമാണെന്നും സിദ്ദിഖ് പറയുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കിടെ ഹൈക്കോടതി പരിഗണിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സിദ്ദിഖിനെതിരെ അതിജീവതയും സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. സിദ്ദിഖിനെതിരായ പരാതി ഗൗരവമുള്ളതാണെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നും വ്യക്തമാക്കി. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു. സിദ്ദിഖിന്റെ വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നതെന്ന് യുവനടി മൊഴി നൽകിയിരുന്നു. അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ഹോട്ടലിന് നിർദ്ദേശം നൽകിയിരുന്നു. മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും യുവനടി ആരോപിച്ചിരുന്നു. ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. നേരത്തെ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. സംഭവം നടന്ന 2016 ജനുവരി 28-ന് 101D മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരിയും ഇത് ശരിവെക്കുന്നുണ്ട്. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിൻ്റെ മൊഴിയും രേഖപ്പെടുത്തി. തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ പ്രതികളായ നടൻ മുകേഷിന്റെയും അഭിഭാഷകൻ VS ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യാപേക്ഷകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ഇന്ന് പരിഗണിക്കും. ഇരുവർക്കും ജാമ്യം നൽകരുതെന്ന് ഹോസ്റ്റലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. 2011 നടന്ന സംഭവമാണ് കേസിനാസ്പദമായത്. ഭാരതീയ ന്യായ സംഹിത 354, 294B വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ഈ കേസിലും നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കും. കേസിന്റെ തുടർ നടപടികൾ ആലോചിച്ച ശേഷം സ്വീകരിക്കാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കേരള പോലീസ് ശക്തമായ വാദങ്ങളാണ് നിർത്തുന്നത്. മുകേഷിന് ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ സത്യവാങ്മൂലവും നൽകും. മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകാൻ സാധിക്കുന്നതുമാണ്.